സുദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം നമ്മൾ ബലിപെരുന്നാളിനെ സ്വാഗതം ചെയ്ത് ആഘോഷിക്കാൻ വേണ്ടിയുള്ള വലിയൊരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് മദ്രസ അവധിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാനും മറ്റും ഉദ്ദേശിച്ചവരും അതുപോലെ പലവിധ ഉദ്ദേശങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമുക്ക് മർമ്മപ്രധാനമായത് പ്രാർത്ഥനയാണ്. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ. അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധം അത് പ്രാർത്ഥനയാണ് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നമ്മളെ ഒരിക്കലും പ്രാർത്ഥന നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല, കൈവിടാൻ വേണ്ടി പാടില്ല. എന്നും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ചിലപ്പോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് ചിലപ്പോൾ ഉത്തരം തന്നിട്ടില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അതൊരു സൽക്കർമ്മമാക്കി മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മീസാനിന്റെ തുലാസിന് അത് വലിയൊരു ഭാരമാക്കി നമ്മൾ ആ കാരണത്താൽ രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥന അനിവാര്യമാക്കേണ്ടവരാണ്. കൃത്യമായി ഇബാദത്തുകളുടെ കാര്യത്തിൽ ഒരു കണിശത പാലിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട് ഒരു വിട്ടുവീഴ്ചയും നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് ഒഴിവ് കഴിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന നിമിഷം വരെ ഇസ്ലാം അവനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നിൽക്കാൻ കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. അതിന് കഴിയാത്തവർ, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ മലർന്ന് കിടന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവരോ കണ്ണുകൊണ്ട് വരെ ലാസ്റ്റ് നിസ്കരിക്കണം എന്നാ പറഞ്ഞത്. എന്നാലും ഈ ജീവശവമായി കിടക്കുന്ന ഈ മനുഷ്യനോട് ഇസ്ലാം നിസ്കരിക്കണ്ട എന്ന ഒരു സ്ഥലത്തും എവിടെയും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, എല്ലാ ആരോഗ്യവും ആഫിയത്തും എല്ലാം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എത്ര നിസ്കാരം ഖളാ ആക്കുന്നുണ്ട്. നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഖളാ ആക്കുന്ന ഓരോ നിസ്കാരത്തിനും അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയാതെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രായപൂർത്തിയായ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം, അല്ലാത്തവരും ഉണ്ടാകാം. പ്രായപൂർത്തിയാവരോട് കൂടെ നിസ്കാരം നിർബന്ധമായി ജീവിതത്തിൽ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയാൽ നരകത്തിൽ ആ ഒരു വക്തിന് വേണ്ടി കിടക്കേണ്ടി വരും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിസ്കാരം എന്നുള്ള കാര്യം അത് ഒഴിവാക്കാനേ പാടില്ല. അതെപ്പോഴും എവിടെ പോയാലും നിസ്കാരം എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. അള്ളാഹു അത് മാത്രം ഒഴിവാക്കി തരില്ല. അതുകൊണ്ട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യാത്തൊരു കാര്യമാണ് നിസ്കാരം. വലിയ പ്രയാസമുള്ള കാര്യമല്ലല്ലോ. ഒരു ദിവസം നിസ്കരിക്കുക 5-10 മിനിറ്റല്ല ഒരു വക്തിന് വേണ്ടത്. 24 മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് ചുരുങ്ങിയ സമയം നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ പോലത്തെ നിർഭാഗ്യൻ ആരാണുള്ളത്?
ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അവന്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക് പോലത്തെ മറ്റ് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടു പലതും ഇതുപോലത്തെ ഈ നിസ്കാരത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ചും അതിന്റെ ആരോഗ്യപരമായ നേട്ടങ്ങളെ സംബന്ധിച്ചും കേട്ടവരും മനസ്സിലാക്കിയവരുമായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും നിസ്കാരം എന്നുള്ള ചിന്ത ആണ് പെണ്ണിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അത് ഒഴിവാക്കാനേ പാടില്ല. ആ കാര്യമാണ് കാര്യമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതാത് വക്തിൽ തന്നെ നിസ്കാരം നിർവഹിക്കാനുള്ള എല്ലാവിധ കഴിവുകളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.